അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ക്രിസ്മസ് സീസൺ കൂടെ വന്നു. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വന്ന് കട്ട് ചെയ്ത ട്രീ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരു ഗംഭീരമായിട്ടുള്ള മോർണിംഗ് ആണ്. നമ്മൾ പടച്ചട്ടയൊക്കെ ആയിട്ട് വെളിയിലിറങ്ങി. കാരണം നല്ല തണുപ്പാണ്. ഇപ്പം 4 ഡിഗ്രി 3 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ്. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ് വീഴ്ച തുടങ്ങും. പിന്നെ സിനിമയിൽ പറഞ്ഞ പോലെ അവിടെ നിന്ന് അങ്ങോട്ട് തണുപ്പോട് തണുപ്പായിരിക്കും. അത് -20 വരെയൊക്കെ എത്തും. അപ്പോൾ നമുക്ക് മരങ്ങളിലെ ഇലയൊക്കെ കംപ്ലീറ്റും പൊഴിഞ്ഞ് മുട്ടയടിച്ചതുപോലെയാണ് മരങ്ങളൊക്കെ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീസണാണ് ഈ ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു സെലിബ്രേഷനാണ് ക്രിസ്മസ്. എനിക്കിവിടെ വന്ന ശേഷം, അമേരിക്കയിൽ വന്ന ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഹോളിഡേ സീസൺ എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്. നമ്മുടെ നാട്ടിലും എന്താ പറയുക, നമ്മൾ ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഗംഭീരമായിട്ടുള്ള രീതിയിലാണ്. ഇവിടെ സാധാരണ ഡിസംബർ 1-ാം തീയതി ആകുമ്പോഴത്തേക്കും എല്ലാ വീട്ടിലും ക്രിസ്മസ് ട്രീ സെറ്റപ്പ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു ഇവിടെ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഒരു കൊച്ചു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഇറങ്ങിയ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ഒരു ക്രിസ്മസ് ട്രീ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000-10,000 ഒക്കെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ക്രിസ്മസ് ട്രീ വളർത്തുന്ന ഫാമുകളുണ്ട്. കാരണം ആ ഫാമുകളിൽ പോയിട്ട് നമ്മൾ ആ തോട്ടത്തിലൂടെ നടന്ന് നമുക്കിഷ്ടമുള്ള ഒരു ചെടി സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ അത് സ്വയം കട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരത് ഡ്രസ്സ് ചെയ്ത് സെറ്റപ്പാക്കി തരും. പിന്നീട് നമ്മളത് പേയ്മെൻറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാണ് പരിപാടി. അപ്പോൾ നമ്മളതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് നേരത്തെ ഡ്രൈവാണ് ആ ട്രീ ഫാമിലേക്ക്. അപ്പം എന്താ പറയുക, നമുക്ക് ഒത്തിരി എക്സൈറ്റഡ് ആണ്. ഇനി ഒട്ടും സമയം കളയുന്നില്ല, നമ്മൾ നേരെ ഫാമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളപ്പോൾ നമ്മുടെ ട്രീ ഫാമിൽ എത്തിയിട്ടുണ്ട്. JB ട്രീ ഫാം എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളൊരു ട്രീ ഫാമാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു താഴ്ഭാഗത്ത് കണ്ടോ, ഈ ഒരു താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും ഇതേപോലെ ട്രീകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളൊരു ട്രീ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഈ ഒരു പറമ്പ് മുഴുവൻ നമ്മൾ നടന്ന് അരിച്ചു പെറുക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് എന്താ പറയുക മുറിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി ട്രീകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടെ പോയി മുറിക്കാം. ഇതല്ല വേറെ നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി നടക്കണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് എ നൈസ് ക്രിസ്മസ് ട്രീ. ലെറ്റ്സ് ഗോ. ഇതുണ്ട്, ഇതൊക്കെ ഓരോ ആൾക്കാർ വന്ന് ബുക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള ട്രീകളാണ്. അതിലൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടാവും. ഇതുണ്ടോ, അങ്ങ് ആ ഒരു മലയുടെ അടിവാരം വരെ ഉണ്ട് ഇവരുടെ ഈ ഒരു ഫാം. ഇതുണ്ടല്ല, ഇതെല്ലാം പുതിയതായിട്ട് വെച്ചുള്ള ചെടികളാണ്. ഞങ്ങൾ രണ്ടും അങ്ങനെ ഗോതയിലേക്ക് ഇറങ്ങി. ഇനി നമുക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരു സംഭവം കണ്ടെത്തണം.
ഇതാണ്, ഇത് ഒരുപാട് പൊക്കമാണ്, ഇത് എന്നെക്കാളും പൊക്കമുണ്ട്. നീ വേണ്ട. വീക്കെൻഡിലൊക്കെ വരികയാണെങ്കിൽ 100 കണക്കിന് ആൾക്കാർ ഇതേപോലെ ട്രീ അന്വേഷിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന് കുട്ടികളും ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഹാപ്പി സിറ്റുവേഷൻ ആയിരിക്കും. ഈ ഒരു ട്രീ ഹൈറ്റൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇതുണ്ടോ ഭയങ്കര ഗ്യാപ്പുകളാണ് ഈ 2 ശിഖരങ്ങൾ തമ്മിൽ. അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക ഭംഗിയായിട്ട് തോന്നും. മിക്കവാറും ഞങ്ങളൊരു ട്രീ കണ്ടെത്തുമ്പോഴത്തേക്കും ഈ വർഷത്തെ ക്രിസ്മസ് അവസാനിച്ച് അടുത്ത വർഷത്തെ ക്രിസ്മസ് എത്തുന്നത് തോന്നണേ. നമ്മൾ ട്രീ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഏറ്റിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ ട്രാക്ടർ ഈ പറമ്പിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടാവും. അവർ തന്നെ നമ്മുടെ ട്രീ അവിടെ കൊണ്ട് എത്തിച്ചു തരും. അങ്ങനെ നമ്മളിതേ കുറേ നേരം നടന്ന് അവസാനം നമ്മൾ ഇതിൽ ഉറപ്പിച്ച് ഇനി നടക്കാൻ വയ്യ. നമ്മൾ മണിക്കൂർ കുറച്ചായി ഈ പറമ്പ് വഴി നടക്കുന്നത്. അങ്ങനെ ട്രീ നമ്മൾ മുറിച്ചു. ഈ ഒരു മരത്തിൻ്റെ വില എന്ന് പറഞ്ഞത് $70. ഇനി നമ്മളിത് നേരെ അവിടെ എന്താ പറയുക, അവരുടെ ഒരു ഓഫീസും അവരുടെ വർക്ക്ഷോപ്പും അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇവർ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് അടിപൊളിയായിട്ട് അവർ പാക്ക് ചെയ്ത് തരും. അങ്ങനെ നമ്മുടെ ട്രീ അവർ നല്ലപോലെ റാപ്പ് ചെയ്ത് ഒക്കെ ട്രിം ചെയ്ത് അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക്. What are you doing out here in the dark, Sweepy? Well, you see that I'm just trying to level the trunk. It's not really in the right shapes, so that will fit properly into the tree stand. Well, ഇതണ്ട ഇവിടെ പ്രോപ്പറായിട്ട് ലെവൽ ചെയ്താലാണ് ഈ സാധനം. ഇതാണ് നമ്മുടെ ട്രീ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇതണ്ട ഈ സ്റ്റാൻഡിലേക്കാണ് നമ്മൾ ഈ ട്രീനെ ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഇത് സെറ്റപ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്യണം. അതുപോലെ കുറേ കമ്പും ചില്ലയൊക്കെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് വേണം വീടിനകത്ത് കൊണ്ടുപോയിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രീ ഒക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് അങ്ങനെ വൈകിട്ട് ഇതേ ഇപ്പോൾ അത്താഴമൊക്കെ കഴിഞ്ഞ് ഇനി ഇതിലൊരു ചെറിയൊരു ടച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞത് 5 മണിയായി. വൈകിട്ട് 5 മണി. 5 മണിയുടെ ഒരു കോലമാണ് ഈ കാണുന്നത്. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൂരിട്ടാണ് ഇവിടെ. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പം ഒരു 4 മണി 3:30 ആകുമ്പോൾ ഇതേപോലെ മൊത്തം ഇരുട്ടാവും. ഇനി ഇവിടുന്ന് ഒരു 2-4 മാസം അന്ധകാരത്തിലും മഞ്ഞിലുമുള്ള ജീവിതമാണ്.
sure there's no squirrels stuck in here. ഇതാണ് ഇതിൻ്റെ പരിപാടി. 8 സ്ക്രൂ ഉണ്ട്. ഇത് 4 സൈഡിൽ നിന്നും വരുന്നത് ഇതണ്ട. ഇനി നമ്മൾ ആ ഗ്യാപ്പിൽ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ ഈ ഒരു ട്രീ ഒരു 3 മാസമൊക്കെ ഇതേപോലെ നല്ല സെറ്റപ്പായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ നമ്മുടെ ട്രീയിൽ നമ്മൾ ഒരു വിധത്തിൽ ആ ട്രീ സ്റ്റാൻഡിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വേണം ഇതിനകത്ത് എന്താ പറയുക സംഭവങ്ങളൊക്കെ ഡെക്കറേഷൻ ചെയ്ത് സെറ്റപ്പ് ആക്കാനായിട്ട്. ഈ ബോളിലെ പെയിൻറ്റിങ്ങുകളുണ്ട്. ഇത് മുഴുവൻ നമ്മുടെ അളിയൻ ചെയ്തിട്ടുള്ളതാണ്. ആൾ ഭയങ്കരമായിട്ടുള്ള പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. ഗംഭീര വർക്കാണ് ഇത് ചെയ്തേക്കണേ. Another place we traveled this year, South Dakota. അങ്ങനെ കുറേ നേരത്തെ നമ്മുടെ കഠിനാധ്വാനത്തിന് ശേഷം നമ്മുടെ ഈ വർഷത്തെ 2023 നമ്മുടെ ഇതേ ക്രിസ്മസ് ട്രീ ഇവിടെ നമ്മുടെ പുറയിൽ സെറ്റപ്പ് ആയിട്ടുണ്ട്. It was a long day. It was. Sometimes it gets a little frustrating trying to get the tree and the stand just right, making sure all the lights work. But in the end, it's always a fun time. That's true. We hope you have a very Merry Christmas.